നമ്മൾ വീണ്ടും പ്രാവ് വളർത്തൽ തുടങ്ങിയപ്പോൾ ആദ്യം തക്കാളി പെട്ടികൾ വെച്ചത് ഇവിടെയാണ് കേട്ടോ. പിന്നെ അതിനുശേഷം ഈ കാണുന്ന ഈ ഒരു ഏരിയയിൽ ആപ്പിൾ പെട്ടികൾ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ രാവിലെ തന്നെ വീഡിയോ ഇടുന്ന കാരണം കോഴികളുടെ നല്ല ശബ്ദം ഉണ്ടാവും കേട്ടോ. ഇവിടെ ഇത്ര അധികം ആപ്പിൾ പെട്ടി വെച്ചിട്ടുണ്ടാ. ഇനി നമ്മൾ അടുത്ത സെക്ഷൻ ആപ്പിൾ പെട്ടി വെച്ച് തുടങ്ങാൻ പോണത് ഇവിടെയാണ് കേട്ടോ. ഒരെണ്ണം കിട്ടിയപ്പോൾ നമ്മൾ ഇവിടെ ഒരെണ്ണം വെച്ചു. ഇനി ഈ സൈഡിൽ മൊത്തം നമ്മൾ ആപ്പിൾ പെട്ടി വയ്ക്കും. ഇതിലെല്ലാത്തിലും നമ്മൾ പ്രാവുകൾ മേടിച്ചിടാനൊന്നല്ല കേട്ടോ. കോഴി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. ഇതിലെല്ലാത്തിലും നമ്മൾ പ്രാവുകൾ മേടിച്ചിടാനൊന്നല്ല, പക്ഷേ ചുറ്റോട് ചുറ്റും പെട്ടികളിങ്ങനെ വെക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പേരിൽ കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഈ സൈഡ് മൊത്തം ഇനി വെക്കും. ഇനി അത് കഴിഞ്ഞിട്ട് ഈ സൈഡ് കണ്ട, ഈ സൈഡിൽ നമ്മൾ ആപ്പിൾ പെട്ടി വയ്ക്കും കേട്ടോ കംപ്ലീറ്റ്. അങ്ങനെ ഈ ഒരു ചുറ്റോട് ചുറ്റും നമ്മൾ ആപ്പിൾ പെട്ടി ഇങ്ങനെ വെക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ പ്രാവുകൾ രാവിലെ തന്നെ തീറ്റ തിന്നാനുള്ള തിരക്കിലാണ്. നമ്മുടെ പറന്നുപോയ ഗോൾഡാണ് കേട്ടോ. പിന്നെ ആൾ പോയിട്ടില്ല, ആളിവിടെ തന്നെ ഉണ്ട്. നമ്മുടെ ഗോൾഡിൻ്റെ ബ്ലാക്കാണ്, ഫുൾ ബ്ലാക്ക് ഉണ്ട്. അതായിരിക്കണം ഫുൾ ബ്ലാക്ക്, അതാണ് അതിൻ്റെ ബ്ലാക്ക്. ഇപ്പുറത്തിരിക്കുന്നത് വേറെ ബ്ലാക്കാണ് കേട്ടോ. ഇവരെ മറ്റേ നമ്മുടെ അണ്ണൻ തമ്പിയിലെ സിനിമയിലെ പോലെ അച്ചു എന്ന് പറയില്ലേ, കവിളിൽ കറുത്ത മറുകിട്ടവൻ അച്ചു മറ്റേത് പറഞ്ഞിട്ടൊരു ഡയലോഗില്ലേ, അതേപോലെയാണ് ഈ രണ്ട് ബ്ലാക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. ഇവൻ്റെ തലയിൽ വെള്ള കളറുണ്ട്, മറ്റേ ഫുൾ ബ്ലാക്കാണ്, ഡാർക്ക് ജെറ്റ് ബ്ലാക്കാണ്. ഇത് നമ്മുടെ മുട്ടിട്ടിരിക്കണ വേറൊരു പെണ്ണിൻ്റെ ആണാണ് കേട്ടോ. ഇവൻ്റെ പെണ്ണും മുട്ടിട്ടിരിക്കുകയാണ്, ഈ തിന്നണവൻ്റെ. അപ്പോൾ ഇതേ നമ്മുടെ ഇവൻ ചുള്ളിക്കമ്പൊക്കെ എടുത്ത് കൂട്ടിൽ കയറ്റാനുള്ള സെറ്റപ്പ്. രണ്ട് സെറ്റ് മുട്ടിട്ടിരിക്കുന്നുണ്ട്, അടുത്ത സെറ്റ് മുട്ട ഇടാൻ വേണ്ടി നിൽക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ വിശേഷങ്ങൾ. രാവിലെ തന്നെ നമ്മളത് ഗോതമ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണ്ട, നമ്മുടെ ഗോൾഡിനും ആ ബ്ലാക്കിനും ചെറിയൊരു പേടിയുണ്ട്. പുതിയ ടീമാണ്. ഇവരങ്ങനെ അത്ര പേടിയെന്ന് പറയാനില്ല, എന്നാലും ചെറിയ പേടി എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവരും പറഞ്ഞു ചെറിയ പ്രാവുകളെ മേടിച്ചിട്ട് ഇണക്കി വളർത്തിയാൽ മതി, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പറന്നു പോകുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൽ ഞങ്ങൾ ഇതുവരെ ചെറിയ പ്രാവുകൾ മേടിച്ച് ഇണക്കിയിട്ടില്ല. എല്ലാം വലിയ മുതുക്കം പ്രാവുകൾ മേടിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇണക്കിയിട്ടുള്ളത്. ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, എവിടേക്കും പോവില്ല. പക്ഷെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് മാത്രം കറങ്ങാൻ പോകും. എനിക്ക് അങ്ങനത്തെ ഒരു താല്പര്യമാണുള്ളത്. ഇവർ കറങ്ങാനൊക്കെ പോയി, ഇപ്പം നമ്മളൊരു പാടത്തേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രാവുകൾ പാടത്ത് പോയിരിക്കുന്നു, അല്ലെങ്കിൽ വേറൊരു വീടിൻ്റെ മേലെ പോയിരിക്കണം, അങ്ങനത്തെ കാഴ്ചകൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇവർ എവിടേക്കും പോവില്ല. ഇവർ തിന്നാനും ഇതൊക്കെ ഉള്ള കാരണം ഇവിടെ തന്നെ ഇരിക്കും. ഇവർ കറങ്ങാൻ പോകാനുള്ള എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞതായിട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മൾ തീറ്റ കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇവർ കറങ്ങാൻ പോവോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ റിയലായിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. ഇവരെ കറങ്ങാൻ പോകണതൊക്കെയാണെങ്കിൽ ഇഷ്ടം. എല്ലാവരും കൂടി ഒരു 6 പ്രാവ് കൂടി കറങ്ങാൻ പോകുന്നു, അങ്ങനെ വരുന്നു.